തല്ലും. വേണ്ട, വഴക്ക് പറഞ്ഞാൽ മതി, ഞാൻ നന്നായിക്കോളാം. തല്ലും. വേണ്ട. തല്ലുമെന്ന്. വേണ്ട. ഇങ്ങോട്ട് മാറിയില്ല, ഇങ്ങോട്ട് മാറിയില്ല. ചേച്ചി ഒന്നും ഇങ്ങോട്ട് മാറിയുന്നേ. അങ്ങോട്ട് മാറിയില്ല. എടാ നീ പെണ്ണുക. അത് വളരെ മോശം, വളരെ മോശമായി. ഒരു പാവപ്പെട്ട ഒരുത്തൻ ഇങ്ങനെ തരുന്നത് വളരെ മോശമായ കാര്യമാണ്. മോശമായി പോയി. എനിക്കും തോന്നി അത് കറക്റ്റാണ്. മോശമായി പോയി. അനി ഒന്നും കൂടെ മാറിയുന്നേ. എന്റെ ഷാപ്പിൽ വരുന്ന ആളുകളെ തല്ലാനും ഇടിക്കാനും ഞാൻ ആരെയും ഏൽപ്പിച്ചിട്ടില്ല. ആരെയും ഏൽപ്പിച്ചിട്ടില്ല. ഇല്ല. മുതലാളിയാണ്. ആ മുതലാളിയാണ്. അതൊന്ന് എടുത്തു തരാമോ? ഇതെടുത്തു തരാം. ഞാനും കൂടി കൊടുത്തോട്ടെ. എന്റെ പ്രായം കൂടിയ ഭാര്യ നീ തല്ലുവാടാ. ഞാൻ നടത്തിയ എന്റെ ഷാപ്പ് മൊത്തം തകർത്ത് നശിപ്പിച്ച് കളഞ്ഞില്ല നീയൊക്കെ. മുതലാളി കരയുന്നു. വിഷമുണ്ടാവും. പിന്നെ ഞാൻ ഇനി എങ്ങനെ ലോൺ അടയ്ക്കണം? ഞാൻ മുതലാളി വിസർപ്പിക്കണം. തുടച്ചാളോ? ചോറെടുക്കട്ടെ കുറച്ച്. ഇത് നീ കണ്ടില്ലേ? അവരെല്ലാം ഞാൻ ലോൺ എടുത്ത് നടത്തിയ സാധനങ്ങളാണ് അവര് നശിപ്പിച്ച് കളഞ്ഞത്. ഇത്രയും പേര് ഇതൊക്കെ തല്ലി തീർന്നു. നിന്നെ ഞാൻ എത്ര പ്രാവശ്യം പഴുക്ക് പറഞ്ഞിട്ടുണ്ട്, എത്ര പ്രാവശ്യം തല്ലിട്ടോട്ടില്ല. നിനക്ക് എന്റെ ഇത്ര സ്നേഹം ഉണ്ടായിരുന്നു. നീ വന്ന് ചോദിച്ചല്ലോ എനിക്ക് ചോറെടുത്തോട്ടേന്ന്. അതാ എനിക്ക് സ്നേഹത്തിന്റെ. അതല്ല, എനിക്ക് വശക്കളി ഞാൻ ഇത്ര ചോറെടുത്ത് നോട്ടെ. ടീം പാണ്ടിപ്പടയുടെ സ്ഥാപനം സ്കിറ്റ് റൗണ്ടാണ് നമ്മൾ കണ്ടത്. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ഓളം ഉണ്ടായിരുന്നു. നിങ്ങളുടെ തലയ്ക്കും ഓളാണോ എന്ന് എനിക്ക് തോന്നിയായിരുന്നു. നല്ല രസമുണ്ട്. സ്ഥാപനം സ്കിറ്റ് റൗണ്ടിൽ എന്താ ഇങ്ങനെ ഒരു കള്ള് ഷാപ്പ് തിരഞ്ഞെടുക്കാൻ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള സബ്ജക്റ്റ് ആണോ? അതുകൊണ്ടല്ല, ഹ്യൂമർ ഒരുപാട് വരാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു തോന്നലുണ്ടായപ്പോൾ കള്ള് ഷാപ്പിലേക്ക് ഞാനോട് എല്ലാവരും നന്നായിട്ട് ജീവിക്കുകയായിരുന്നു കഥാപാത്രങ്ങളായിട്ട്. പിന്നെ എക്സ്പീരിയൻസിന്റെ പശ്ചാത്തലത്തിലാണോ ഈ ഒരു കഥാപാത്രങ്ങൾ തിരഞ്ഞെടുത്തതെന്ന് എനിക്ക് തോന്നി. അങ്ങനെയൊന്നും ആയിരിക്കും അല്ലേ? അല്ലല്ലോ അല്ലേ? അപ്പൊ ജഡ്ജസിനോട് ചോദിക്കാം. പ്രസാദ് ഏട്ടാ. അനീഷ് ബാൽ അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു. അനീഷ് ബാല് കള്ള് ഷാപ്പിലൊക്കെ സാറിന് പോകാറുണ്ടോ? കള്ള് ഷാപ്പിൽ പോകാറുണ്ട്. കള്ള് കുടിക്കാനല്ല, ഇതുപോലുള്ള കഥാപാത്രങ്ങളെ തേടിയൊക്കെ പോകാറുണ്ട്. എപ്പോഴെങ്കിലും ഒരു സ്കിറ്റ് ചെയ്യേണ്ടി വന്നാലോ എന്ന് ആലോചിച്ചിട്ടൊക്കെ അവിടുത്തെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണ്ടേ? റജി പോകാറുണ്ടെന്ന് തോന്നണല്ലേ? പണ്ടങ്ങാണ്ട് പോയിട്ടുള്ള ഒരു ഓർമ്മ മാത്രമേ ഉള്ളൂ അല്ലേ? വൺസ് അപ്പോൺ എ ടൈം ഇത്ര പഴയൊരു ഓർമ്മയെന്ന് ഇത്ര ക്ലാരിറ്റിയോടെ എങ്ങനെ അവതരിപ്പിക്കാൻ സാധിക്കുന്നു? അപ്പൊ സ്ഥിരം അമ്മടിച്ചപ്പോ വെളിവ് പോയതാ. ആദ്യത്തെ പ്രാവശ്യം പോയി എനിക്ക് പോയതേ ഓർമ്മയുള്ളൂ, തിരിച്ചവിടുന്ന് വന്നുള്ള ഓർമ്മയായിട്ടില്ല. ബൈജുക്കുട്ടൻ ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. ശരിക്കും ജീവിക്കുകയായിരുന്നു. ബൈജുക്കുട്ടൻ സ്ഥിരമായിട്ട് പോകാറുണ്ടെന്ന് തോന്നല്ലേ? അല്ല, ഞാൻ അനീഷേട്ടൻ പോകുമ്പോ കൂടെ ആർട്ടിസ്റ്റുകളെ തിരക്കി അങ്ങനെ നമ്മുടെ ആർട്ടിസ്റ്റുകൾ ആരെങ്കിലും അവിടെയൊക്കെ ഉണ്ടോ എന്നൊക്കെ തെരഞ്ഞു പോവാറുണ്ട്. ഈ ഒരു കാര്യം മാത്രം വെട്ടിത്തുറന്ന് പറയാനായിട്ട് എന്തൊരു മടിയാന്നറിയോ നമ്മുടെ ആളുകൾക്ക്. എന്നാ പോവാറുണ്ടോ? പോവാറുണ്ടോ? ഞാൻ പോകാറില്ല. ഇല്ല. കണ്ടാ അപ്പോഴും നുണ പറയണത്. ഇത് സ്ക്രിപ്റ്റ് വളരെ ലൈഫായിരുന്നു. തുടക്കത്തിൽ ആ പെട്രോൾ മാക്സ് തൂക്കുന്ന ആ ഒരു ഹ്യൂമർ അതോടുകൂടി സാധാരണ മിമിക്രിയിൽ കാണുന്ന ഹ്യൂമറിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു. അത് രണ്ടുപേരുടെ ആ മടിയെടുത്ത് കാണിക്കുന്നു. അത് മുതൽ പ്ലേറ്റ് വൃത്തിയാക്കൽ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്യായിരുന്നു കേട്ടോ. ഈ പൊറോട്ട കടിക്കുന്നതിന് മുമ്പ് കക്ഷത്തൊക്കെ വെക്കായിരുന്നു. അങ്ങനെ 2-3 സ്ഥലത്തൊക്കെ മാറ്റി വെച്ചിട്ട് അവസാനം കടിക്കുന്നത് കാണിക്കുമായിരുന്നു. ഏതായാലും അതിനകത്ത് കുറ്റം പറയാനൊന്നുമില്ല, വളരെ മനോഹരമായിരുന്നു. അതുപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് റജിയുടെ അപ്പനും മകനുമായിട്ടുള്ള ഒരു ഡയലോഗ്. അത് വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചു. വളരെ മനോഹരമായിട്ട് ഓരോന്ന് കഴിഞ്ഞിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്ന സീൻ, അപ്പോൾ കൂട്ടുകാരനെ പറ്റിക്കുന്ന സീൻ, അതൊക്കെ വളരെ മനോഹരമായി. അതുപോലെ തന്നെ ആ
ബൈജു ഇങ്ങനെ ഭാര്യയെ കണ്ടു കഴിയുമ്പോൾ ആ മഴവിലുണ്ടാക്കുന്നു എന്ന് പറഞ്ഞ സാധനം, അങ്ങനെ ഓരോരോ പോർഷൻ ഉണ്ടല്ലോ, ഒട്ടും ആവർത്തന വിരസത ഇല്ലാത്ത ഹ്യൂമറുകളായിരുന്നു ഉണ്ടായിരുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവസാനം ആ കൂട്ടത്തല്ല് വന്നപ്പോൾ, വേറെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ഈ കൂട്ടത്തല്ല് വന്നു കഴിയുമ്പോൾ എപ്പോഴും ഇത് കലവലായി പോകും. അത് ഈ സ്കിറ്റുകൾ എപ്പോഴും മോശമാവുന്നത്. ആ സമയത്ത് നിങ്ങളൊരു മ്യൂസിക് ഇട്ടു എന്നുള്ളതാണ് നിങ്ങൾ ഏറ്റവും നിങ്ങളുടെ ഒരു സെൻസിബിളായിട്ടുള്ള ഒരു വർക്ക് ഇതിനകത്ത്. അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ്. ആ മ്യൂസിക് ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്രയും ഭംഗിയാവില്ല, അവിടെ ആകെ ഒരു കലബലായി പോയത്. മ്യൂസിക് നമ്മുടെ റെജിയുടെ നിർദ്ദേശമാണ്, അവിടെ മ്യൂസിക് വേണമെന്ന് റെജി വാശി പിടിച്ചിട്ടാണ്. റെജി അടിപൊളിയായിട്ടുണ്ട്, നല്ല സെൻസ് ഉണ്ട് റെജിക്ക്. കാരണം അവിടെ മ്യൂസിക് ഇട്ടുകൊണ്ട് അതിൻ്റെ ആ ബഹളമെല്ലാം മാറി, എന്നാൽ അറ്റ് ദ സെയിം ടൈം ബഹളം അവിടെ കിടക്കുന്നുമുണ്ട്. നല്ല കറക്റ്റ് ലെവലിംഗ് ആയിരുന്നു. ഒരു നല്ല ക്ലൈമാക്സ്, ബൈജുവിൻ്റെ ഒരു ചാടിക്കേറിയുള്ള അവിടെ ഇരിക്കൽ, ഇങ്ങനെ ഓരോരോ പോർഷൻസ് എടുത്തു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ താഴെ ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് എല്ലാവരും കൂടെ വന്ന് വീട്ടിൽ, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നല്ല റിഹേഴ്സൽ ചെയ്തിട്ടുണ്ടല്ലേ നിങ്ങൾ? നല്ല റിഹേഴ്സൽ ചെയ്തത് ശരിക്കും കാണാനുണ്ട് കേട്ടോ. ഓൾ ദ ബെസ്റ്റ്, ഗംഭീരമായിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ നാദൃശ്യം പറയും. ഞാൻ ഈ പ്രസാദ് റിഹേഴ്സലിന് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആളാണ്. റിഹേഴ്സലിൽ കൂടോത്രം കൊടുത്തേക്കുന്ന ആളാണ്. എല്ലാവരും വരുമ്പോൾ നന്നായിട്ട് റിഹേഴ്സൽ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ പണ്ട് അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിൽ മിമിക്രിക്ക് പോകുന്ന സമയത്തും റിഹേഴ്സലിന് ഭയങ്കരമായിട്ട് സ്ട്രിക്റ്റായിട്ട് പറയുന്ന കൂട്ടത്തിലാണ്. ഏതായാലും ആ ഒരു ഗുണം, നല്ല ടൈമിങ്, നിങ്ങൾ നല്ല ആർട്ടിസ്റ്റുകൾ നല്ല കൃത്യമായിട്ടുള്ള ടൈമിങ്ങിൽ നല്ലൊരു കോമഡിയുള്ള സ്കിറ്റ് വൃത്തിയായിട്ട് കളിച്ചാൽ അത് ഗംഭീരമാകും എന്നുള്ളത് നിങ്ങൾ തെളിയിച്ചു. നിങ്ങൾ നല്ല രസമുണ്ടായിരുന്നു. ഒരു സിനിമ കാണുമ്പോൾ പോലെ നല്ല മനോഹരമായിരുന്നു. അതിൽ എല്ലാ ആർട്ടിസ്റ്റുകളും ഭയങ്കര ലൈഫായിരുന്നു. ഒന്നാമത്തെ നമുക്ക് കോമഡി ചെയ്യുമ്പോൾ ഒരാൾ പോലും ഒരു ആർട്ടിഫിഷ്യലായി കഴിഞ്ഞാൽ, സാധാരണ നമ്മുടെ കോമഡി എന്ന് പറഞ്ഞിട്ട് വരുമ്പോൾ തന്നെ ശബ്ദം മാറ്റിയിട്ട് ഞാൻ എങ്ങാട് പോകണ്ട, ഞാൻ എങ്ങാട് പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ടോൺ മാറ്റി കളിക്കും. ഇതൊന്നുമല്ലാതെ അത് നമ്മൾ ഷിയാസിൻ്റെതായ ഒരു പ്രത്യേക ടോണുണ്ട്. ആ ഷിയാസ് വന്ന ടോണിൽ കുറേ സ്കിറ്റുകൾ കളിച്ചതിന് ശേഷം പുതിയതായിട്ട് വരുന്ന മിമിക്രിക്കാർ പലരും ആ ശബ്ദത്തിൽ ഷിയാസിനെ ഇമിറ്റേറ്റ് ചെയ്യുകയോ, അല്ലെങ്കിൽ ഷിയാസിനെ എന്നല്ല, പല മിമിക്രി, ഒരു കുടിയൻ എന്ന് പറയുമ്പോൾ തന്നെ പുന്നപ്ര പ്രശാന്തിനെ ഇമിറ്റേറ്റ് ചെയ്യും. അങ്ങനെ ബോഡി ലാംഗ്വേജും എല്ലാം അങ്ങനെയാണ് ചെയ്യുന്നത്. ഇവിടെ എല്ലാവരും കുടിയന്മാരായിരുന്നു. ഈ കുടിയന്മാരാരും തന്നെ അങ്ങനെ ഒരു ബോഡി ലാംഗ്വേജ് ചെയ്തില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. താങ്ക് യു. പിന്നെ ബിജുക്കുട്ടൻ്റെ അനിയൻ്റെ ബൈജുക്കുട്ടൻ്റെ പെർഫോമൻസ് ഞാൻ ലൈവായിട്ട് ആദ്യമായിട്ട് കാണുക കേട്ടോ. ശരിക്ക് ചേട്ടൻ്റെ അനിയൻ തന്നെ മിടുക്കൻ. അല്ല, ബൈജു വളരെ മനോഹരമായിട്ട് ബിജുക്കുട്ടൻ്റെ ശബ്ദം അനുകരിക്കും കേട്ടോ. ചേട്ടൻ്റെ ശരിക്കും ചേട്ടനാണ് അനിയനാണത്. ബൈജുവിൻ്റെ ചേട്ടനല്ലേ ചേട്ടനാണ് ബിജു? മൂത്തേട്ടൻ, രണ്ടാമത്തെ ആള് ചേട്ടന്മാരുടെ അതിൽ ഏറ്റവും മൂത്താണ് വിശേട്ടൻ. ബിജുവിന് കുറേ പ്രായമുണ്ടെന്നേ. പിന്നെ എന്നാലും ചേട്ടൻ്റെ അത്രയും വരില്ല. പറഞ്ഞ ചേട്ടൻ്റെ ശബ്ദം അനിയനെടുക്കുന്നത് കാണാനൊരു ആകാംക്ഷയുണ്ട്. അഞ്ചുണ്ടിലേക്ക് വരാന്നിട്ട് ഇവിടെ അച്ഛനും മുറി കെട്ടിപ്പിടിച്ചേക്കല്ലേ. എന്നാ കമലാസിന്റെ പടത്തിലോട്ട് കേസ് കൂടി കൊടുക്കരുത്. ബാറിൽ ബില്ലെടുക്കാൻ പൈസ ഇല്ലാന്ന് ബാറിൽ എല്ലാവരും എന്നെ തല്ലിക്കൊല്ലാറാക്കി. ഒന്നുറങ്ങിപ്പോയെന്ന് പറഞ്ഞ് എന്റെ 2 ലക്ഷം രൂപ എടാ വിട്ടോ, നീ മാർക്കറ്റിൽ ഇറച്ചി വയ്ക്കാൻ പാടാ, നിന്നെ വെട്ടി കൊടുത്തുണ്ടെന്നിട്ടോ കൂടാ. ഈശ്വര ദൈവമേ, ട്രൈ എടുക്കണ്ടല്ലോ, വെള്ളം തീർന്നാവോ? നമസ്കാരം. എന്റെ പൊന്നെ, ഇതിപ്പോ ചേട്ടന് ഒരു സിനിമയിൽ 2 സിനിമ ഒരുമിച്ച് വന്നിട്ട് ഒരു സിനിമയിൽ പോകാനായിട്ട് ഓക്കെ, താങ്ക് യു. അപ്പോൾ ചേട്ടന് ബിജുക്കുട്ടൻ ചേട്ടന് 2 സിനിമ ഒരുമിച്ച് വന്ന് ഒരു സിനിമയിൽ പോകാൻ ചാൻസ് കിട്ടിയില്ലെങ്കിൽ ബ്രദറിനെ വിടാം. കറക്റ്റാണ് എല്ലാം അല്ലേ? ഡബിൾ റോൾ അഭിനയിക്കാം. വേറൊരു കാര്യം എനിക്ക് പറയാൻ വിട്ടുപോയെന്നറിയുമോ, നമ്മളിവിടെ സ്കിറ്റുകൾ നടക്കുന്ന സമയത്ത് ബൈജു അവിടെ വേറെ ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. അവിടെ കള്ളെടുത്ത് കുടിക്കുന്നുണ്ട്, സ്പൂണും കൊണ്ട് പുറത്തോട്ട് പോകുന്നുണ്ട്, ഇങ്ങനെ വേറെ ആരും അറിയാത്ത കുറേ ആക്ടിവിറ്റീസ് ബാക്കിൽ ചെയ്യുന്നുണ്ട്. അതൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് പറയാൻ വിട്ടുപോയൊരു കാര്യം. അത് ശരിക്കും ജെന്യൂൻ ആർട്ടിസ്റ്റ് ആയതിൻ്റെ ഒരു ഗുണമാണ്. അല്ല, ചിലർ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഇച്ചിരി ഓവറായി പോകും, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ഡിസ്റ്റർബിങ് ആയിരിക്കും ആ ഒരു സ്കിറ്റിന് വേണ്ടി. പക്ഷെ ഇത് ആപ്റ്റായിട്ട് കറക്റ്റായിട്ട് ആ കുടിച്ചിട്ട് തിരിയുമ്പോഴത്തേക്ക് നോക്കിയിട്ട് വേഗം അതിനകത്ത് തുപ്പിയിട്ടൊക്കെ വർത്താനം പറയുന്നത് നന്നായിരുന്നു. ഓക്കെ, താങ്ക് യു ചേട്ടാ. അനീഷിനെ ഞാൻ പലപ്പോഴും ഇടയ്ക്കൊക്കെ വിളിച്ച് കാണുമ്പോഴൊക്കെ അനീഷിൻ്റെ പെർഫോമൻസിനെ പറ്റി സംസാരിക്കണം. ഇത്ര ടൈമിംഗ് ഉള്ള
അത്ര സിനിമയിലൊക്കെ വളരെ അധികം അവസരങ്ങൾ കിട്ടേണ്ട ഒരാളാണ്, കിട്ടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇത്ര ഡയലോഗ് ഡെലിവറി എന്നൊക്കെ പറയുന്നത് ഉറക്കെന്നും വിളിച്ച് പറയേണ്ട ഒരു ആർട്ടിസ്റ്റ്, കോമഡിക്ക് വേണ്ടിയിട്ട് ശബ്ദം മാറ്റി പറയേണ്ട. നിങ്ങളൊക്കെ അത്ര കറകളഞ്ഞ ആർട്ടിസ്റ്റുകളായിട്ട് എനിക്ക് പലപ്പോഴും തോന്നി. റെജിയെ കള്ളു കുടിച്ചതിന് ശേഷം ഗ്രാജുവലായിട്ടാണ് കള്ളിൻ്റെ ആ പിടുത്തം തലയ്ക്ക് കിട്ടി അവസാനം ഈ അടികലാശത്തിലേക്ക് വന്നു ചേരുന്നു. അത് ഒരു നല്ല ആർട്ടിസ്റ്റിൻ്റെ ലക്ഷണമാണ്. പിന്നെ